നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അയോധ്യ കേസ് വെറുമൊരു തർക്കഭൂമി കേസിൽ നിന്ന് പറയുന്നത് രാജ്യത്തെ പരമോന്നത കോടതിയാണ്. മതവും രാഷ്ട്രീയവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന തർക്കം സ്വാതന്ത്ര്യാനന്തര മതേതര ഇന്ത്യയിൽ വിഭജനങ്ങൾക്കിടയാക്കിയ വ്യവഹാര ചരിത്രം. അയോധ്യ തർക്കം കോടതിക്ക് പുറത്ത് രമ്യമായി ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സുപ്രീം കോടതി. എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ ശ്രമത്തിന് മുന്നിൽ ഉള്ളത്? തിരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന സമവായ ചർച്ചകൾ എന്തൊക്കെ രാഷ്ട്രീയ അടിയൊഴുക്കുകളാണ് നിർണയിക്കുക? ഇതേപ്പറ്റിയാണ് ഇത്തവണ രാഷ്ട്രം രാഷ്ട്രീയത്തിൽ ആദ്യം. ഏഴ് പതിറ്റാണ്ടായി തുടരുന്ന അയോധ്യ തർക്കത്തിൽ കോടതി നിർദ്ദേശപ്രകാരം ഒത്തുതീർപ്പ് ശ്രമം ഇതാദ്യം. സർക്കാരിൻ്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മുൻപും പലതവണ മധ്യസ്ഥ ശ്രമം നടന്നിരുന്നു. പക്ഷേ വിശ്വാസവും രാഷ്ട്രീയവും ഇടകലർന്ന സങ്കീർണമായ തർക്കത്തിൽ മധ്യസ്ഥതകളൊന്നും വിജയിച്ചില്ല. തർക്കത്തിൽ കോടതിക്ക് പുറത്ത് രമ്യമായ പരിഹാരം കാണാനുള്ള അവസാനവട്ട ശ്രമം കൂടിയാകും ഇത്. കാരണം വിധി പറഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമാകുമെന്ന് सुप्रीम कोर्ट ने ओर्मപ്പെടുത്തി കഴിഞ്ഞു. ऑब्वियस मीडिएटर अपनी रिपोर्ट सुप्रीम कोर्ट के सामने सबमिट करेगा और वो रिपोर्ट सुप्रीम कोर्ट को अगर उसमें उनको कोई डिफिकल्टी होती है तो वो सुप्रीम कोर्ट से उस बात को क्लैरिफाई करेगी. ഉത്തരേന്ത്യയിലെ വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും ആഴത്തിൽ ബാധിച്ച വിഷയത്തിൽ തർക്കപരിഹാരത്തിനായി കോടതി ചുമതലപ്പെടുത്തിയത് 3 തമിഴ്നാട് സ്വദേശികളെ എന്നത് യാദൃശ്ചികം. 2016 സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് FMI ഖലീഫുള്ള, ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ രവിശങ്കർ സ്വന്തം നിലയിൽ അയോധ്യ തർക്കത്തിൽ മധ്യസ്ഥ ശ്രമം നടത്തി പരിചയം. മുസ്ലിങ്ങൾ തർക്കഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുനൽകണം എന്നാണ് രവിശങ്കറിന്റെ പ്രഖ്യാപിത നിലപാട്. ഈ നിലപാട് ചൂണ്ടിക്കാട്ടി സംഘത്തിലെ രവിശങ്കറിന്റെ സാന്നിധ്യത്തെ എതിർക്കുന്നവരും ഉണ്ട്. മദ്രാസ് ഹൈക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകനായ ശ്രീരാം പഞ്ചുവാണ് 3ാം അംഗം. അസം നാഗാലാൻഡ് അതിർത്തി തർക്കവും മുംബൈ പാർസി പഞ്ചായത്ത് തർക്കവും പരിഹരിച്ച മധ്യസ്ഥൻ. 500ഓളം കേസുകളിൽ കോടതി മധ്യസ്ഥനായി നിയമിച്ചിട്ടുണ്ട്. ഇരുവിഭാഗങ്ങളും കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥ സമിതിക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. തർക്കഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം അനുവദിച്ച് പള്ളി മറ്റൊരിടത്ത് നിർമ്മിക്കുകയെന്നതാണ് ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാര നിർദ്ദേശം. എന്നാൽ ഹർജികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട ഹിന്ദു സംഘടനകളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായാണ് മധ്യസ്ഥ ഉത്തരവ്. രണ്ട് വിഭാഗവും ഇതുവരെ നിലപാട് മയപ്പെടുത്താത്ത തർക്കത്തിൽ പരിഹാര ചർച്ചകളിലെ സാധ്യതകൾ ഇങ്ങനെ. തർക്കഭൂമിയിൽ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ഹിന്ദു സംഘടനകളും പള്ളി നിർമ്മിക്കണമെന്ന മുസ്ലിം വിഭാഗങ്ങളും ഉറച്ച നിലപാട് സ്വീകരിക്കും. അങ്ങനെയെങ്കിൽ ചർച്ച പൂർണ്ണ പരാജയമാകും. തർക്കഭൂമിക്ക് പുറത്ത് പള്ളി നിർമ്മിക്കാമെന്നും അതിന് പണം പിരിച്ചു നൽകാമെന്നുമുള്ള ഹിന്ദു സംഘടനകളുടെ നിർദ്ദേശം മുസ്ലിം കക്ഷികൾ അംഗീകരിക്കുക. തർക്കഭൂമിയിൽ പള്ളിയും ക്ഷേത്രവും നിർമ്മിക്കാൻ സമവായമാവുക, അല്ലെങ്കിൽ പള്ളി മാത്രം നിർമ്മിക്കാനായി ഹിന്ദു കക്ഷികൾ വിട്ടുവീഴ്ച ചെയ്യുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് സാധ്യതകളും ഏറെ പ്രയാസം ഏറിയതാണ്. Strict confidentiality will be maintained in the mediation. So, and we have already said that we will cooperate with the mediation. Therefore, mediation panel has been constituted, and now whatever we have to say, we will say before the mediation panel, not outside. ചർച്ചകൾ വിജയിച്ചാൽ പരിഹാര നിർദ്ദേശം അംഗീകരിച്ച് സുപ്രീം കോടതി ഉത്തരവിറക്കും. ഇത് എല്ലാവർക്കും ബാധകമാകും. പരാജയപ്പെട്ടാൽ 8 ആഴ്ചയ്ക്ക് ശേഷം ഹർജികളിൽ ഭരണഘടനാ ബെഞ്ച് അന്തിമവാദം തുടങ്ങും. മന്ദിർ രാഷ്ട്രീയത്തിൽ നിന്ന് മിറാഷ് രാഷ്ട്രീയത്തിലേക്ക് BJP ചുവട് മാറ്റിയ കാലത്താണ് സുപ്രീം കോടതിയുടെ മധ്യസ്ഥ ഉത്തരവ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അയോധ്യ തർക്കത്തിൽ വേഗത്തിൽ വിധി പറയണമെന്ന സംഘപരിവാർ സമ്മർദ്ദം സുപ്രീം കോടതി തഴഞ്ഞു. എന്നാൽ ഇതിലുപരി വിഷയം സജീവമാക്കി നിർത്താൻ ആയെന്നതാണ് BJPക്കും സംഘപരിവാറിനും അനുകൂല ഘടകം. ഫൈസാബാദ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകൾ ഹിന്ദി ഹൃദയഭൂമിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൂടുപിടിപ്പിക്കും. माननीय सर्वोच्च न्यायालय ने जो भी फैसला सुनाया है उस पर कोई सवाल तो मैं नहीं खड़ा करता, लेकिन कई बार समझौते के प्रयास हो चुके हैं. മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടിംഗ് വിലക്ക് ഏർപ്പെടുത്തിയാലും സമൂഹ മാധ്യമങ്ങളിൽ പല വ്യാഖ്യാനങ്ങൾ പ്രചരിക്കും. രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന തീപ്പൊരി നേതാക്കളിലൂടെ BJP ആവർത്തിക്കാനാണ് സാധ്യത. ഹിന്ദുത്വ അജണ്ടയിലൂന്നി ഭൂരിപക്ഷ വോട്ടുകൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അതേസമയം
ഇരുതല മൂർച്ചയുള്ള വാളായതിനാൽ നൂൽപ്പാലത്തിലൂടെയാകും പ്രതിപക്ഷ സഞ്ചാരം. മധ്യസ്ഥ ചർച്ചയെ പിന്തുണയ്ക്കുമ്പോഴും സംഘത്തിലെ രവിശങ്കറിന്റെ സാന്നിധ്യത്തെ എതിർക്കും. അയോധ്യ ചർച്ചയാക്കാനുള്ള BJP നീക്കത്തിൽ വീഴാതെ നോക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള വെല്ലുവിളി. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ കേസ് മാറ്റിവെക്കാൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായത് അനുഭവപാഠമാണ്. ഇന്ത്യയുടെ MiG-21 വിമാനം പാകിസ്ഥാന്റെ F-16 മുന്നിൽ തകർന്നു വീണതിനേക്കാൾ വലിയ നാണക്കേടായിരുന്നു അത്. റഫാൽ ഇടപാടിലെ പ്രതിരോധ മന്ത്രാലയ രേഖകൾ മോഷണം പോയെന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ സുപ്രീം കോടതിയെ അറിയിച്ച നിമിഷം തീക്കട്ടയിൽ ഉറുമ്പരിച്ചോ എന്ന മലയാളത്തിലെ പഴഞ്ചൊല്ല് പോലും അർത്ഥം കെട്ട് വിറങ്ങലിച്ചു നിന്നു. അപ്പോൾ പിന്നാലെ രേഖകൾ മോഷണം പോയിട്ടില്ല, ഫോട്ടോ കോപ്പിയാണ് പുറത്തു പോയതെന്ന് അറ്റോർണിയുടെ വിശദീകരണം. അമ്പരപ്പപ്പോൾ പൊട്ടിച്ചിരിയിലേക്ക് മാറി. സുപ്രീം കോടതിയുടെ ചോദ്യമാണ് അതിലും വലുത്. മോഷ്ടിച്ച രേഖകളാണെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരുമെങ്കിൽ അത് പരിഗണിക്കുന്നതിൽ എന്താണ് തർക്കം? റഫാൽ വീണ്ടും സജീവമാവുകയാണ്. മിന്നലാക്രമണ കാലത്ത് ഷെഡിൽ കയറിയ വിമാനങ്ങളാണ് ഇപ്പോൾ പറന്നുയരുന്നത്. റഫാൽ സജീവമാകുന്നതിന് പിന്നിലെ രാഷ്ട്രീയത്തെ പറ്റിയാണ് രാഷ്ട്രം രാഷ്ട്രീയത്തിൽ ഇനി. വോട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് റഫാൽ കരാർ കഷ്ടിച്ച് ഒരാഴ്ച മാത്രമാണ് വിട്ടുനിന്നത്. സുപ്രീം കോടതിയിൽ കേസ് വീണ്ടും വന്നപ്പോൾ സർക്കാർ നേരിടേണ്ടി വന്ന ചോദ്യങ്ങളാണ് റഫാലിനെ വീണ്ടും പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവന്നത്. റഫാൽ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമശക്തിക്ക് നിർണായക ഘടകമാകുമെന്ന വാദം മുൻനിർത്തിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. പത്രങ്ങളിൽ വന്ന രേഖകൾ മോഷ്ടിച്ചതാണെന്നും തെളിവായി പരിഗണിക്കാനാവില്ലെന്നും ആദ്യം കേന്ദ്ര സർക്കാർ എതിർത്തു. കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെ അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. രേഖകളുടെ ഉറവിടമല്ല, ഉള്ളടക്കമാണ് പ്രധാനമെന്ന് നിരീക്ഷിച്ച കോടതി അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക രഹസ്യ നിയമം കണക്കിലെടുക്കില്ലെന്നും മോഷ്ടിച്ച രേഖകളും കോടതിക്ക് പരിശോധിക്കാമെന്ന നിലപാടും എടുത്തു. സുപ്രീം കോടതിയുടെ ഈ നീക്കം കേന്ദ്രത്തിന് തിരിച്ചടി തന്നെയായിരുന്നു. റഫാൽ രേഖകൾ മോഷ്ടിക്കപ്പെട്ടതാണെന്നും ഒരിക്കലും പുറത്തുവരാൻ പാടില്ലാത്തതുമാണെന്ന വാദത്തിൽ നിന്ന് പിറ്റേന്ന് അറ്റോർണി ജനറൽ മലക്കം മറിഞ്ഞതും ഇതിനാൽ തന്നെ. പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന പ്രത്യാക്രമണവും ദേശസുരക്ഷാവാദവും രാജ്യത്തെ പ്രധാന ചർച്ചാ വിഷയമാകുന്നതിനിടെയാണ് കോടതിയുടെ പരാമർശങ്ങൾ. എന്നാൽ പ്രധാനമന്ത്രി പ്രസംഗത്തിലൂടെ രണ്ടു വിഷയത്തെയും കൂട്ടിയോജിപ്പിച്ചു. റഫാൽ ഉണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സ്ഥിതി വ്യത്യസ്തമാകുമെന്നായിരുന്നു പ്രസംഗം. राफेल की कमी आज देश ने महसूस की है. आज हिंदुस्तान एक स्वर में कह रहा है कि अगर हमारे पास आज राफेल होता तो शायद इससे भी नतीजा कुछ और होता. പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തോടെ ഉയർന്ന ചോദ്യം റഫാൽ വിമാനം വാങ്ങുന്നതിനെ പ്രതിപക്ഷം മുടക്കിയോ എന്നതായിരുന്നു. ഈ പ്രസംഗവും ഫലത്തിൽ പ്രതിപക്ഷത്തിന് ആയുധമായി മാറി. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള രേഖകളാണ് മാധ്യമങ്ങൾ നൽകിയതെന്ന് പറഞ്ഞതോടെ അവയുടെ വിശ്വാസ്യതയ്ക്ക് നേരെയുള്ള ചോദ്യങ്ങൾ അപ്രസക്തമായി. കളവ് പോയത് രേഖകളല്ല, പകർപ്പാണെന്ന KK വേണുഗോപാലിന്റെ നിലപാടുമാറ്റം വലിയ മാറ്റങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. സബ് ഗായബ് ഹോ ഗയ എന്ന പ്രയോഗം ഹിറ്റാക്കുകയാണ് രാഹുൽ ഗാന്ധി. तो एक नई लाइन निकली है, गायब हो गया. 2 करोड़ युवाओं का रोजगार गायब हो गया. किसानों को सही दाम गायब हो गया. 15 लाख रुपए का जो वायदा था, पैसा जो बैंक अकाउंट में आना था वो गायब हो गया. किसानों के बीमा का पैसा गायब हो गया. नोटबंदी और GST में कारोबार गायब हो गया. ढोकलाम गायब हो गया. और राफेल की जो फाइलें हैं गायब हो गई. കോടതിയുടെ ചോദ്യങ്ങൾ കൂടി ലഭിച്ചതോടെ റഫാലിൽ ഊന്നിയുള്ള കോൺഗ്രസിന്റെ ആക്രമണം കൂടുതൽ ശക്തമാവുകയാണ്. ദേശസുരക്ഷാവാദം ഉയർത്തുന്ന BJP ആകട്ടെ തിരഞ്ഞെടുപ്പ് വിഷയം മാറാതിരിക്കാനുള്ള തന്ത്രമാണ് ഇപ്പോഴും പയറ്റുന്നത്. വിദ്യാഭ്യാസം അവകാശമാണ്. 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അത് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. എന്നിട്ടും രാജ്യത്തെ നിരവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസ അവകാശ പ്രവർത്തകരും സംഘടനകളുമൊക്കെ ഇതിനായി വ്യത്യസ്തമായ നിരവധി ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിലൊന്നാണ് മുംബൈ കാന്തിവാലി റെയിൽവേ സ്റ്റേഷനിലെ ആകാശ നടപ്പാതയിൽ നടക്കുന്ന ക്ലാസ്. ഹൈമന്തി സെൻ എന്ന യുവതിയാണ് ഈ ക്ലാസ്സിന് പിന്നിൽ. ഹൈമന്തിയുടെ വ്യത്യസ്തമായ ശ്രമത്തെപ്പറ്റിയാണ് അറിയാത്ത ഇന്ത്യയിൽ ആദ്യം.
മുംബൈ നഗരത്തിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് കാന്തിവല്ലി റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ പാതകൾക്ക് മുകളിലൂടെ യാത്രികർക്ക് നടന്നു പോകാനുള്ള ആകാശപാതയിൽ എപ്പോഴും തിരക്കായിരിക്കും. ഇതിന് അരികിലായി വേറിട്ട ഒരു കാഴ്ചയുണ്ട്. സമീപത്തെ തെരുവിൽ നിന്നുള്ള കുട്ടികൾക്കായി ഒരു ചെറിയ ക്ലാസ്. ഹൈമന്തി സെൻ എന്ന 22-കാരിയാണ് ക്ലാസ് നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളാകട്ടെ കാന്തിവല്ലി സ്റ്റേഷന് സമീപമുള്ള തെരുവുകളിൽ കഴിയുന്നവരാണ്. സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമുള്ളവരാണ് ഇവരിൽ അധികവും. 15 കുട്ടികൾക്കാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ആർട്ട്, സ്പോക്കൺ ഇംഗ്ലീഷ്, ക്രാഫ്റ്റ് എന്നിവയ്ക്ക് പുറമെ അക്ഷരങ്ങളും അക്കങ്ങളും ഇവിടെ പരിചയപ്പെടുത്തി നൽകുന്നു. 2018 മെയ് മുതലാണ് ഹൈമന്തി ക്ലാസുകൾ തുടങ്ങിയത്. ആദ്യം ഒന്നിടവിട്ട ദിവസങ്ങളിലായിരുന്നു ക്ലാസുകൾ. നവംബർ മുതൽ എല്ലാ ദിവസവും ഓരോ മണിക്കൂർ വീതം ക്ലാസുകൾ നൽകാൻ തുടങ്ങി. പ്രവർത്തനങ്ങൾക്കായി ജുനൂൻ എന്ന പേരിൽ NGOയും ആരംഭിച്ചു. They were just going to start their first grade. They were in pre-primary, senior KG, and they were going to start first grade. And they did not, have a hold on the language and, maths or whatever, that much. ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ആർട്ട്, ക്രാഫ്റ്റ്, ഡാൻസ് തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുക. ബുധനാഴ്ചകൾ തെരുവു നാടകങ്ങൾ കാണാനും ചെയ്യാനുമായി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും കുട്ടികളെ ക്ലാസുകളിൽ വിടാതെ മാതാപിതാക്കൾ ഭിക്ഷ തേടാൻ നിർബന്ധിക്കാറുണ്ട്. ഇതിന് തയ്യാറായില്ലെങ്കിൽ കുട്ടികളെ മർദ്ദിക്കാറുണ്ടെന്ന് ഹൈമന്തി പറയുന്നു. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിലും മാതാപിതാക്കളുടേതുൾപ്പെടെയുള്ള എതിർപ്പുകൾ ഇന്നും ഹൈമന്തിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്ലാസുകളും മറ്റു പ്രവർത്തനങ്ങളുമായി ഹൈമന്തിയും ജുനൂനും മുന്നോട്ടു പോവുകയാണ്. ആകാശപാതയിലെ ക്ലാസ് മുറിയിൽ നിന്ന് ഇനി പോകുന്നത് തടാകമധ്യത്തിലെ ക്ലാസ് മുറിയിലേക്കാണ്. ഒരു ക്ലാസ് മുറി മാത്രമല്ല, ഒരു സ്കൂൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് തടാകത്തിൽ. മിസോറാമിലെ ലോക്ടെക് തടാകത്തിലാണ് പ്രൈമറി സ്കൂൾ ഒരുക്കിയിരിക്കുന്നത്. ഓളപ്പരപ്പിലെ ഈ വിദ്യാലയത്തിന്റെ കാഴ്ചകൾ കാണാം അറിയാത്ത ഇന്ത്യയിൽ ഇനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നാണ് മണിപ്പൂരിലെ ലോക്ടെക് തടാകം. 287 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഈ തടാകത്തിലും അതിനോട് ചേർന്നുള്ള കരയിലുമായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഫുംഡികൾ എന്ന പ്രാദേശികമായി അറിയപ്പെടുന്ന ഒഴുകി നടക്കുന്ന ദ്വീപുകൾ നിർമ്മിച്ച് അതിലാണ് പല കുടുംബങ്ങളും കഴിയുന്നത്. കുട്ടനാടിനെ അനുസ്മരിപ്പിക്കുന്ന ഈ പ്രദേശത്ത് പക്ഷേ സ്കൂളുകളില്ലായിരുന്നു. കുഞ്ഞുകുട്ടികളെ ദൂരെയുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് പ്രൈമറി സ്കൂൾ ആരംഭിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. അങ്ങനെ ഓൾ ലോക്ടെക് ലേക്ക് ഏരിയ ഫിഷർമെൻ യൂണിയനും പീപ്പിൾസ് റിസോഴ്സ് ഡെവലപ്മെന്റ് അസോസിയേഷനും ചേർന്നാണ് ഒഴുകി നടക്കാവുന്ന സ്കൂൾ ആരംഭിച്ചത്. ഒരു ഫുംഡി തയ്യാറാക്കി അതിൽ പ്രൈമറി സ്കൂൾ ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സ്കൂൾ ലോക്ടെക്കിൽ തയ്യാറായി. 2017ലാണ് സ്കൂൾ പ്രാവർത്തികമായത്. സ്കൂൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്കും ഇവിടെ പഠിക്കാൻ അവസരമുണ്ട്. കായലിൽ ഒഴുകി നടക്കുന്ന ഈ സ്കൂളിലേക്ക് വള്ളത്തിലാണ് വിദ്യാർത്ഥികൾ എത്തുക. 2 അധ്യാപകരും 25 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ഈ സ്കൂളിൽ ഇന്ന് 100ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. സ്കൂളിൽ 8ാം ക്ലാസ് വരെ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. കൂടുതൽ പേർക്ക് സ്കൂൾ പ്രയോജനപ്പെടുത്താനും ഇവർ ലക്ഷ്യമിടുന്നു. സംസ്കാരം, ചരിത്രം, വികസനം ഇവയെല്ലാം കൂടിച്ചേരുന്ന നഗരത്തിന് ഒരു ഉദാഹരണമാണ് ഹൈദരാബാദ്. കുത്തുബ് ഷാഹി വംശത്തിന്റെ തലസ്ഥാനം, നൈസാം ഭരണത്തിന്റെ കേന്ദ്രം. ഹൈദരാബാദിലേക്കാണ് ഇത്തവണ കാണേണ്ട ഇന്ത്യയിൽ യാത്ര. മുസ്ലിം രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച നഗരമാണ് ഹൈദരാബാദ്. 1591 മുഹമ്മദ് ഖുലി കുതുബ് ഷായാണ് നഗരം സ്ഥാപിച്ചത്. 1 നൂറ്റാണ്ടോളം കുതുബ് ഷാഹി വംശം നഗരം ഭരിച്ചെങ്കിലും പിന്നീട് മുഗൾ ഭരണത്തിന് കീഴിലായിരുന്നു ഹൈദരാബാദ്. 1724 ആസിഫ് ജാ ഹൈദരാബാദ് പിടിച്ചെടുത്തു. ഒപ്പം നൈസാം വംശത്തിന്റെ ഭരണവും ആരംഭിച്ചു. 1948 വരെ നൈസാമിന്റെ ഭരണം തുടരുകയും ചെയ്തു. 2014 ആന്ധ്രാപ്രദേശ് വിഭജിച്ചതോടെ തെലങ്കാന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി ഹൈദരാബാദ് മാറി.
ഇത്രയേറെ ചരിത്രമുറങ്ങുന്ന ഈ നഗരത്തിൽ കാണാനും അറിയാനുമുണ്ട് നിരവധി ചരിത്ര സ്മാരകങ്ങൾ. അതിൽ പ്രധാനം ചാർമിനാർ തന്നെയാണ്. 1591 മുഹമ്മദ് ഖുലി ഖുതൂബ് ഷായാണ് ചാർമിനാർ പണി കഴിപ്പിച്ചത്. 4 മിനാരങ്ങളും മുകളിലത്തെ നിലയിൽ പള്ളിയുമെന്ന രീതിയിലാണ് ചാർമിനാർ നിർമ്മിച്ചിട്ടുള്ളത്. കാലപ്പഴക്കം കൊണ്ടുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാനുള്ള അറ്റകുറ്റപ്പണികൾ ഇന്ന് ചാർമിനാറിൽ പുരോഗമിക്കുകയാണ്. മുസി നദിയുടെ കരയിലാണ് ചാർമിനാർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചാർമിനാറിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് മക്ക മസ്ജിദ്. മക്കയിൽ നിന്നുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളാൽ നിർമ്മിച്ചതാണ് ഈ പള്ളി. മുഹമ്മദ് ഖുലി ഖുതൂബ് ഷാ തന്നെയാണ് മക്ക മസ്ജിദ് നിർമ്മിക്കാൻ തുടങ്ങിയത്. 15-16 നൂറ്റാണ്ടുകളിലായാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ മക്ക മസ്ജിദ് പണി കഴിപ്പിച്ചത്. ചാർമിനാറിനും മക്ക മസ്ജിദിനും ചേർന്നാണ് പ്രശസ്തമായ ചൂടി ബസാർ അഥവാ ലാഡ് ബസാർ. ഇവിടുത്തെ വളക്കടകൾ ലോക പ്രശസ്തങ്ങളാണ്. ഹൈദരാബാദ് പേൾസും ഇവിടങ്ങളിൽ ലഭ്യമാണ്. ചാർമിനാറിനും മക്ക മസ്ജിദിനും അകലെയല്ലാതെയായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ചരിത്ര സ്മാരകമാണ് ചൗമഹല്ല പാലസ്. നൈസാം രാജാവായ സലാബത്ത് ജംഗാണ് കൊട്ടാരം പണി കഴിപ്പിച്ചത്. 1750 നിർമ്മാണം ആരംഭിച്ച കൊട്ടാരം പൂർത്തിയായത് 1869 4 കൊട്ടാരങ്ങളെന്നാണ് ചൗമഹല്ലയുടെ അർത്ഥം. ഇവിടുത്തെ ക്ലോക്ക് ടവറും റോഷൻ ബംഗ്ലായും ഏറെ പ്രശസ്തമാണ്. പൈഗ വംശജർ നിർമ്മിച്ചതാണ് ഫാലക്നുമ പാലസ്. കുന്നിൻ മുകളിലായി 32 ഏക്കറിലായാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 1897-98 കാലയളവിലാണ് കൊട്ടാരം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. കൊട്ടാരത്തിന്റെ നിയന്ത്രണം പിന്നീട് നൈസാം വംശത്തിന് കീഴിലായി. ഇന്ന് ടാറ്റ ഗ്രൂപ്പിന്റെ പൈതൃക ഹോട്ടലുകളിലൊന്നാണ് ഫാലക്നുമ. കാകതീയ വംശം നിർമ്മിച്ച കോട്ടയാണ് ഗോൽക്കൊണ്ട. കോട്ടയുടെ നിയന്ത്രണം മുസുനുരി നായക് വംശവും പിന്നീട് ബഹമാനി സുൽത്താൻമാരും കൈക്കലാക്കി. കുലി കുതുബ് ഉൽ മാലിക് ബഹമാനി ഭരണത്തിന് അവസാനം കുറിച്ച് കോട്ടയും ഭരണവും കൈക്കലാക്കി. അങ്ങനെ കുതുബ് ഷാഹി വംശത്തിന്റെ ഭരണത്തിന് തുടക്കവും കുറിച്ചു. അടുത്ത 52 വർഷങ്ങൾ കൊണ്ട് കോട്ട പുതുക്കി പണിതു. ഔറംഗസീബുമായുള്ള യുദ്ധത്തിലാണ് ഗ്രാനൈറ്റ് പാറകൾ കൊണ്ട് നിർമ്മിച്ച കോട്ട തകർത്തത്. ഗോൽക്കൊണ്ട കോട്ടയ്ക്ക് സമീപമായി 4 പ്രധാന ഖനികളാണുള്ളത്. ഇവ ഏറെ പ്രശസ്തവുമാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വജ്രഖനികളാണ് ഇവിടുത്തേത്. ഇവിടെ നിന്നാണ് പ്രശസ്തമായ കോഹിനൂർ വജ്രവും ഹോപ്പ് ഡയമണ്ടും നാസക് വജ്രവും നൂറുൽ ഐൻ വജ്രവും ദാരിയ ഐനൂർ വജ്രവും ലഭിച്ചത്. കോട്ടയ്ക്കുള്ളിലാണ് ഇബ്രാഹിം പള്ളിയും കുതുബ് ഷാഹി വംശജരുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ശവകുടീരങ്ങളോട് ചേർന്ന് ഒരു മ്യൂസിയവുമുണ്ട്. ഇവിടെ തന്നെയാണ് ഹുസൈൻ ഷാ വാലി ദർഗയും സ്ഥിതി ചെയ്യുന്നത്. കുതുബ് ഷാഹി വംശജരുടെ കാലത്തെ സൂഫി സന്യാസിയായിരുന്ന ഹുസൈൻ ഷാ അലിയുടെ ശവകുടീരമാണിത്. നഗരത്തിനോട് ചേർന്നുള്ള മറ്റൊരു പ്രധാന ആകർഷണമാണ് മൗല അലി ദർഗ. 400 പടികൾ കയറി വേണം പള്ളിയിലെത്താൻ. ആസിഫ് ജാ വംശജരാണ് പള്ളി പണിതത്. മറ്റൊരു പ്രധാന ആകർഷണം നൈസാം രാജാക്കന്മാരുടെ മന്ത്രിമാർക്ക് താമസിക്കാൻ പണിത പുരാതന ഹവേലിയാണ്. മുസി നദിയുടെ ദക്ഷിണ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് സാലർ ജംഗ് മ്യൂസിയം.
നൈസാമിന്റെ കാലത്തെ ഉന്നതരായിരുന്ന സാലർജംഗ് വംശജരുടേതാണ് ഈ കെട്ടിടം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. നവാബ് മിർ യൂസഫ് അലിഖാൻ സാലർജംഗ് മൂന്നാമനാണ് മ്യൂസിയത്തിൽ ഇന്ന് കാണുന്ന പല വസ്തുക്കളും സ്വന്തമാക്കിയത്. ഈ ശേഖരമാണ് പിന്നീട് സാലർജംഗ് മ്യൂസിയമായി മാറിയത്. 1961 പുതിയ കെട്ടിടത്തിലേക്ക് മ്യൂസിയം മാറ്റിയത്. ഹൈദരാബാദ് നഗരത്തോട് ചേർന്നുള്ള പ്രദേശമായ ദിൽസുഖ് നഗറിലാണ് മൈക്കൽ റെയ്മണ്ട് എന്ന ഫ്രഞ്ച് കൂലിപ്പടയാളിയുടെ ശവകുടീരമുള്ളത്. രണ്ടാം നിസാമിന്റെ വിശ്വസ്തനായിരുന്നു റെയ്മണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഹൈദരാബാദിലെ മറ്റൊരു പ്രധാന ആകർഷണം തോലി മസ്ജിദാണ്. ഏകദേശം 300 വർഷം പഴക്കമുള്ള ഈ പള്ളിയുടെ നിർമ്മാണ ശൈലി ഏറെ വ്യത്യസ്തമാണ്. ഹൈദരാബാദിലെ മറ്റൊരു പഴയ നിർമ്മാണം കോട്ടി റെസിഡൻസി. ഇന്നിവിടെ കോട്ടി വിമൻസ് കോളേജാണ് പ്രവർത്തിക്കുന്നത്. ബാദ്ഷാഹി മസ്ജിദ്, ജമാ മസ്ജിദ് എന്നീ മുസ്ലിം പള്ളികളും ഹൈദരാബാദിന്റെ കേന്ദ്രങ്ങളാണ്. മുസ്ലിം ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു നഗരമെങ്കിലും നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങളും നഗരത്തിലുണ്ട്. ബിർള മന്ദിർ വെങ്കടേശ്വര ക്ഷേത്രമാണ് ഇതിൽ പ്രധാനം. മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് വിസ ബാലാജി ക്ഷേത്രം. വിസ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ വിസയ്ക്കുള്ള അപേക്ഷ നൽകിയ ശേഷം ഇവിടെ എത്തി 108 തവണ പ്രദക്ഷിണം ചെയ്താൽ ആഗ്രഹം പൂർത്തിയാകുമെന്നാണ് വിശ്വാസം. നഗരത്തിലെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളാണ് സംഗീത് ക്ഷേത്രം, ഇസ്കോൺ ക്ഷേത്രം, പെദമ ക്ഷേത്രം, കർമാൻഘട്ട് ഹനുമാൻ ക്ഷേത്രം, ഉജ്ജയിനി മഹാകാളിയമ്മൻ ക്ഷേത്രം, അഷ്ടലക്ഷ്മി ക്ഷേത്രം എന്നിവ. ഇന്ത്യയിലെ കൃത്രിമ ജലാശയങ്ങളിൽ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്നായ ഹുസൈൻ സാഗർ ജലാശയവും ഹൈദരാബാദ് നഗരത്തിലാണുള്ളത്. ഇബ്രാഹിം ഗുലി കുതുബ് ഷാ ആണ് തടാകം പണിതത്. ഇതിന് ഹുസൈൻ ഷാ വാലിയുടെ പേര് നൽകുകയും ചെയ്തു. ഇതിന് നടുക്കായി 1992 ഒരു ബുദ്ധ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ തടാകമാണ് ഹൈദരാബാദിനെ അതിന്റെ സഹോദര നഗരമായ സെക്കന്ദരാബാദിൽ നിന്നും വേർതിരിക്കുന്നത്. നെക്ലസിന്റെ രൂപത്തിലാണ് തടാകം നിർമ്മിച്ചിട്ടുള്ളത്. തടാകത്തിനോട് ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള പാർക്കാണ് ലുംബിനി. രാത്രിയിൽ ഇവിടെ ലൈറ്റ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ഹുസൈൻ സാഗർ പോലെ തന്നെ പ്രശസ്തമാണ് ഒസ്മാൻ സാഗർ, ഹിമായത് സാഗർ, ദുർഗാം ചെരുവ്, ഷമീർപെട്ട്, സരൂർ നഗർ എന്നീ തടാകങ്ങൾ. നെഹ്റു സുവോളജിക്കൽ പാർക്ക്, ആർട്ട് ഗാലറികൾ, ബിർള പ്ലാനറ്റോറിയം, നിരവധി പാർക്കുകളെല്ലാം ഹൈദരാബാദിലുണ്ട്. നഗരത്തിലെ പ്രധാന ആകർഷണമാണ് രാമോജി റാവു ഫിലിം സിറ്റി. ഇതിനെല്ലാം പുറമെയാണ് ഹൈദരാബാദിന്റെ തനത് രുചിയായ ബിരിയാണികൾ. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും കൗതുകങ്ങളും വാർത്തകളും വിശകലനങ്ങളുമൊക്കെയായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.